ജൂലൈ 28 ഞായറാഴ്ചയായിരുന്നു. അന്ന് അമാവാസി ദിനമായിരുന്നെങ്കിലും അന്തരീക്ഷം കാർമേഘപാളികളില്ലാതെ പ്രസന്നമായി കാണപ്പെട്ടു. അൽഫോൻസാമ പതിവ് പോലെ വരാന്തയിലുള്ള വാതിൽപ്പടിയിലിരുന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതിന് ആരംഭിച്ചു. എന്നാൽ പാരവശ്യത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടതിനാൽ വേഗം മുറിയിലേക്ക് തിരിച്ചു. 8 മണിയായപ്പോഴേക്കും ഛർദിയും പാരവശ്യവും വേദനയും ഉഗ്രമായി. ചുറ്റും നിന്നവരുടെ പ്രാർത്ഥനാ സഹായം അവൾ അഭ്യർത്ഥിച്ചു. പതിവിന് വിപരീതമായി ഇടയ്ക്കിടെ കണ്ണുകൾ തുറക്കുകയും ചുറ്റും നിന്നവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. 10 മണിയോടെ വേദന അല്പം കുറഞ്ഞെങ്കിലും 11 മണിയോടുകൂടി അത് പൂർവാധികം ശക്തിപ്പെട്ടു. വേദന കുറഞ്ഞ സമയത്ത് ചുറ്റിലും കണ്ണോടിച്ച് എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിക്കുവാൻ അൽഫോൻസാമ മറന്നില്ല. ഏതാണ്ട് 12 മണിയായി. വേദനയുടെ ആധിക്യത്താൽ കവിൾത്തടങ്ങൾ കണ്ണുനീർ ചാലുകളായി. പുതപ്പുകൊണ്ട് അവൾ മുഖം മൂടി. തമ്പുരാൻ എനിക്ക് സഹിക്കാൻ തരുന്നതല്ലേ, ഞാൻ സഹിക്കട്ടെ എന്ന വിലാപവചനങ്ങളും അവളിൽ നിന്നും പുറപ്പെട്ടു. എന്റെ മാതാവേ, എന്റെ അമ്മേ എന്ന വ്യാകുല മാതാവിന്റെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് നിലവിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് മുഖം പ്രസന്നമായി. വേദനയുണ്ടെങ്കിലും എല്ലാവരെയും നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അല്പം കഴിഞ്ഞ് തന്നെ നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് യാത്രയാക്കുവാൻ സഹോദരങ്ങളോട് അവൾ ആവശ്യപ്പെട്ടു. ഈശോ മറിയം യോസേപ്പെ എന്ന് ഉരുവിട്ടുകൊണ്ട് ശക്തിയായി ശ്വാസം വലിച്ചുവിട്ടു. തന്റെ സന്തത സഹചാരിയും ശുശ്രൂഷകയുമായിരുന്ന ഗബ്രിയേലമ്മയോടായി അവൾ പറഞ്ഞു, കേട്ടോ, എന്റെ ചങ്കിൽ നിന്നും ഒരു ശബ്ദം. 2 പ്രാവശ്യം കൂടി ശ്വാസം വലിച്ചുവിട്ടു.